ഹലോ ഗൈസ്, നമുക്കൊരു പൈനാപ്പിൾ പച്ചടി റെസിപ്പി കണ്ടല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പഴുത്ത പൈനാപ്പിളും അതേപോലെ മത്തനും അത് രണ്ടും കംപ്ലീറ്റ് വേണ്ടോട്ട് വളരെ കുറച്ച് ഫൈനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പഞ്ചസാര, കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് വേവിക്കാൻ വെക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തേങ്ങ ചിരക്കിയതിലേക്ക് കുറച്ച് കടുക്, ജീരകം, അതേപോലെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇനി ഈ വെന്ത പൈനാപ്പിളിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു 2-3 ടീസ്പൂണായിട്ട് നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക. ഇത് തൈര് ഒഴിച്ചതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സോ ഇത് കഴിഞ്ഞ് നമുക്ക് വറ പൊട്ടിക്കാനായിട്ട് കുറച്ച് നെയ്യിലേക്ക് കറി ലീവ്സും അതേപോലെ തന്നെ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അത് നമുക്ക് വറ താളിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഒരു ഡെക്കറേഷൻ ഉണ്ട്. നമുക്ക് കറുത്ത നല്ല പഴുത്ത മുന്തിരി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പൈനാപ്പിൾ പച്ചടി റെഡിയായി.